ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഒന്നാണല്ലോ ഡീസൽ. എന്നാൽ ഈ ഡീസലിന് ഈ പേര് എങ്ങനെ വന്നു? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ ഞാൻ നൽകുന്നത്. ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. 1913 അന്തരിച്ച ഒരു ജർമ്മൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു റുഡോൾഫ് ഡീസൽ. 1892 അദ്ദേഹം വായുവിൻ്റെ കംപ്രഷൻ കൊണ്ട് ജ്വലിക്കുന്ന ഒരു പുതിയ യന്ത്രം നിർമ്മിക്കുകയുണ്ടായി. അതിന് കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ എന്നാണ് പേര് പറയുന്നത്. അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ഗ്യാസോലിൻ പവേർഡായിട്ടുള്ള യന്ത്രത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു പുതിയ കണ്ടുപിടുത്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ യന്ത്രം. 1892 തന്നെ അദ്ദേഹം ആ യന്ത്രത്തിന് ജർമ്മൻ പേറ്റന്റും കരസ്ഥമാക്കി. ഈ യന്ത്രം ഡീസൽ എഞ്ചിൻ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. എന്നാൽ ഈ യന്ത്രത്തിൽ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇന്ധനം നിർമ്മിക്കാൻ അന്ന് തന്നെ റുഡോൾഫ് ഡീസൽ ചില ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. അതിനുവേണ്ടി നിരവധി പരീക്ഷണങ്ങൾ റുഡോൾഫ് ഡീസൽ നടത്തി. 1897 ഡീസൽ എഞ്ചിനിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പുതിയ ഇന്ധനം അദ്ദേഹം രൂപപ്പെടുത്തി. ആ ഇന്ധനം ഡീസൽ എന്നും അറിയപ്പെടാൻ തുടങ്ങി. ചുരുക്കത്തിൽ റുഡോൾഫ് ഡീസൽ എന്ന ജർമ്മൻ എഞ്ചിനീയർ നിർമ്മിച്ച യന്ത്രം ഡീസൽ യന്ത്രമെന്നും അതിനുവേണ്ടി അദ്ദേഹം രൂപപ്പെടുത്തിയ ഇന്ധനം ഡീസൽ എന്നും അറിയപ്പെടാൻ തുടങ്ങി. എന്നാൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഡീസൽ ആയിരുന്നില്ല റുഡോൾഫ് ഡീസൽ അന്ന് രൂപപ്പെടുത്തിയ ആ ഇന്ധനം. അദ്ദേഹം രൂപപ്പെടുത്തിയ ഇന്ധനത്തിന് ഒരുപാട് പരിണാമങ്ങൾ സംഭവിച്ചതാണ് ആധുനിക ഡീസൽ.